നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ സയാനി ബുവ എന്ന് പേരുള്ള ഒരു കഹാനിയാണ്. ഇതിൻ്റെ റൈറ്റർ ഒരു ലേഖികയാണ്. ലേഖികയുടെ പേരാണ് മന്നു ഭണ്ഡാരി. പാഠ് നാം ഹെ സയാനി ബുവ. ഇത് ഏത് വിധിയാണ് വരുന്നത്? കഹാനിയാണ് വരുന്നത്. സയാനി ബുവ എന്നാണ് പാഠത്തിൻ്റെ കഥയുടെ പേര്. മനു ഭണ്ഡാരിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സയാനി എന്ന് പറഞ്ഞാൽ ചതുർ, ബുദ്ധിമതി എന്നൊക്കെ പറയില്ലേ, ക്ലവർ എന്നൊക്കെ പറയില്ലേ. ബുവ എന്ന് പറഞ്ഞാൽ പിതാക്ക ബഹൻ, നമ്മുടെ അച്ഛൻ്റെയൊക്കെ പെങ്ങൾ, അതായത് അമ്മായി. അപ്പം ചതുർ അല്ലെങ്കിൽ സയാനി ബുവ. സയാനി ബുവ എന്ന് പറഞ്ഞാൽ ചതുർ ബുവ, ബുദ്ധിയുള്ള, സമർത്ഥയായ, ക്ലവറായിട്ടുള്ള അമ്മായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പം നമുക്ക് നോക്കാം. സബ് പർ മാനോ ബുവാജി കാ വ്യക്തിത്വ ഹാവി ഹൈ. സാരാ കാം വഹാ ഇതനി വ്യവസ്ഥ സെ ഹോത്താ जैसे सब मशीनों हो. ठीक 5 बजे सब लोग उठ जाते, फिर 1 घंटा बाहर मैदान में टहलना होता. उसके बाद चाय दूध होता. उसके बाद अन्नू को पढ़ने के लिए बैठना होता. भाई साहब भी तब अखबार और ऑफिस की फाइलें देखा करते. 9 बजते ही नहाना शुरू होता. जो कपड़े बुआजी निकाल दे वही पहनने होते. फिर कायदे से आकर मेज पर बैठ जाओ और खाकर काम पर जाओ. നമുക്ക് ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. സബ് പർ മാനോ ബുവാജി കാ വ്യക്തിത്വ ഹാവി ഹേ. അപ്പം എന്താണ് ബുവാജിയുടെ വ്യക്തിത്വം? എന്താണ്? എല്ലാവരെയും. ഹാവി എന്ന് പറഞ്ഞാൽ പ്രഭാവി, ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും കീഴടക്കുന്നതായിരുന്നു. അപ്പം എന്താണ് ബുവാജിയുടെ വ്യക്തിത്വം? എന്താണ്? എല്ലാവരെയും സ്വാധീനിക്കുന്നതായിരുന്നു. സാരാ കാം വഹാ ഇത്തനി വ്യവസ്ഥ സെ ഹോത്ത. അപ്പം എന്താണ്? അവിടെയുള്ള ജോലികളെല്ലാം എങ്ങനെയായിരുന്നു? വളരെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചിട്ടയായിട്ടായിരുന്നു ഓരോരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അത് എങ്ങനെയാണ്? ജൈസെ സബ് മഷീനേം ഹോ. അതായത് ഒരു യന്ത്രം എങ്ങനെയാണോ ജോലി ചെയ്യുന്നത് അതുപോലെയാണ് എന്താണ് ബുവാജി ചിട്ടയായിട്ട് ഓരോരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. ബുവാജി മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും. അതായത് ബുവാജിയുടെ വ്യക്തിത്വം എല്ലാവരെയും സ്വാധീനിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ കീഴടക്കുന്നതായിരുന്നു. ബുവാജി എന്താണ്? എല്ലാവരും, അവിടെയുള്ള എല്ലാവരും എന്താണ്? ഒരു യന്ത്രം പോലെയാണ് അവിടെ എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. फिर 1 घंटा बाहर मैदान में टहलना होता. സൂര്യന് മുമ്പ് ഒരു വരിയുണ്ട്. ठीक 5 बजे सब लोग उठ जाते. രാവിലെ കൃത്യം എത്ര മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്? 5 ബജെ, 5 മണിക്കാണ് എല്ലാവരും എഴുന്നേൽക്കുക. फिर 1 घंटा बाहर मैदान में टहलना होता. പിന്നെ അവരെന്ത് ചെയ്യും? 1 घंटा എന്ന് പറഞ്ഞാൽ പിന്നെ അവർ 1 മണിക്കൂർ എന്താണ് മൈതാൻ മേ ടഹൽന ഹോത്ത. അവിടെ മൈതാനത്തിൽ എന്താണ് അവർ ടഹൽന എന്ന് പറഞ്ഞാൽ ഉലാത്തുക, നടക്കാൻ പോവുക, മോർണിംഗ് വാക്കില്ലേ, അതിന് പോവും. ഉസ്കെ ബാദ് ചായ് ദൂത് ഹോത്ത ഹേ. അതിനുശേഷം എന്താണ് അവർ ചായയും പാലൊക്കെ എന്താണ് കഴിക്കും. ഉസ്കെ ബാദ് അന്നു കോ പഠിനെ കെ ലിയെ ബൈഠ്ന ഹോത്ത. അപ്പോൾ സയാനി ബുവ എന്താണ്? സയാനി ഒരു കഥയിലെ ഒരു ക്യാരക്ടർ, അതുപോലെ അന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അന്നൂക്കോ പഠിനേക്കയിലേ ബൈഠ്ന ഹോത്ത. പാലും അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ചതിന് ശേഷം അതിനുശേഷം എന്താണ് അന്നു എന്താണ് പഠിക്കാനായിട്ട് ഇരിക്കും. ഭായ് സാഹബ് ബി തബ് അക്ബാർ ഓർ ആഫീസ് കി ഫൈലേം ദേക്കാർ കർത്തെ. അടുത്തൊരു ക്യാരക്ടറാണ് ഭായ് സാഹബ് എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ ആരാണെന്ന് നമുക്ക് കഹാനി വായിക്കുന്നതിലൂടെ മനസ്സിലാവും. ഭായ് സാഹബ് എന്താണ്? അക്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വായിക്കും. ഓർ ആഫീസ് കി ഫയലേ ദേക്ക കറക്റ്റ്, ഓഫീസിലെ ഫയലുകളൊക്കെ എന്താണ് എല്ലാം അങ്ങനെ കറക്റ്റ് ചെയ്യും, എല്ലാം നോക്കും. 9 ബജത്തെ ഹി നഹാന ഷുറു ഹോത്ത. 9 മണിയാകുമ്പോഴേക്കും എന്താണ് എല്ലാവരും കുളിക്കാനായിട്ട് തുടങ്ങും. നഹാന എന്ന് പറഞ്ഞാൽ
കുളിക്കുക. ഷുറു എന്ന് പറഞ്ഞാൽ തുടങ്ങും. 9 बजे 9 മണി. ജോ കപ്പടെ ബുവാജി നിക്കാൽദേ വഹി പെഹന്നെ ഹോത്തെ. കപ്പട എന്ന് പറഞ്ഞാൽ അറിയാലോ, വസ്ത്രം. അപ്പം ഏത് വസ്ത്രമാണോ ബുവാജി എടുക്കുന്നത് അതെന്താണ്, ഞങ്ങളത് ധരിക്കണം, അങ്ങനെയാണ്. ഫിർ കായിദേ സേ ആക്കർ മേസ് പർ ബൈഠ് ജാവോ ഓർ ഖാക്കർ കാം പർ ജാവോ. പിന്നെ എന്ത് ചെയ്യണം, കായിദേസെ എന്ന് പറഞ്ഞാൽ നിഷ്ഠാക്കിയ സാത്ത്, വളരെ കൃത്യനിഷ്ഠതയോടുകൂടി വളരെ കറക്റ്റായിട്ട് ഇരുന്നിട്ട് എന്താണ്, മേശയിൽ വന്നിട്ട് എന്താണ്, ബൈഠ് ജാവോ ഇരിക്കണം. ശേഷം എന്താണ്, ഖാക്കർ കാം പർ ജാവോ, ഫുഡ് കഴിക്കണം. തുടർന്ന് എന്താണ്, അതിന് ശേഷം എല്ലാവരും എന്താണ്, ജോലിക്ക് പോകണം. അടുത്ത പാരഗ്രാഫ്. സയാനി ബുआ का नाम वास्तव में ही सयानी था या उनके सयानेपन को देखकर लोगों ने सयानी कहने लगे थे, സോ തോ മേ ആജ് ബി നഹി ജാൻതി. അപ്പം എന്താണ് ഈ സയാനി ബുവ എന്നുള്ളത് അവരുടെ ശരിക്കും യഥാർത്ഥത്തിലുള്ള, വാസ്തവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരിക്കുമുള്ള പേരാണോ, ഇനി എന്താണ് ഈ അമ്മായിയുടെ അല്ലെങ്കിൽ സയാനിയുടെ പക്വത അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത് കണ്ടിട്ടാണോ ഇനി ആളുകൾ സയാനി എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്, ബച്പൻ മേ ഹി വേ സമയ കി ജിതനി പാബന്ദ് ഥി. കുട്ടിക്കാലം മുതലേ എന്താണ്, കറക്റ്റ് ഓരോരോ കാര്യങ്ങളൊക്കെ എന്താണ് ചിട്ടയായിട്ടാണ് ചെയ്തിരുന്നത്. ആര്, സയാനി ബുവ. ചെറുപ്പത്തിൽ അതുമാത്രമല്ല വളരെ പാബന്ദ് എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള, വളരെ കൃത്യനിഷ്ഠയുള്ള കുട്ടിയായിരുന്നു. പിന്നെ മാത്രവുമല്ല എന്താണ്, പിന്നെ സാമാൻ സംഭാൽക്കർ രക്തേമയും ചിത്തനി പഠൂഥി. സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെക്കില്ലേ, ചിട്ടയായിട്ടൊക്കെ ഒതുക്കി ഒക്കെ വെക്കും, ക്രമമായിട്ടൊക്കെ അതിങ്ങനെ സൂക്ഷിക്കും അല്ലേ. പഠു എന്ന് പറഞ്ഞാൽ പ്രതിഭ എന്നാണ് അർത്ഥം കേട്ടോ. വ്യവസ്ഥാക്കി ജിതനി കായൽ ധി. കായൽ എന്ന് പറഞ്ഞാൽ ധ്യാൻ ദേനേവാലി, അതായത് അത്രയും ശ്രദ്ധയോടുകൂടി ഓരോരോ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്യും. ഉസേ ദേക്കർ ചകിത് ഹോ ജാന പഠിത്താ ഥാ. അവർ എന്താണ് കണ്ടിട്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കഹത്തെ ഹോ ജോ പെൻസിൽ വേ ഏക് ബാർ ഗരീദ് थी वह जब तक इतनी छोटी न हो जाती कि उनकी पकड़ में भी न आए तब तक उससे काम लेती थी. അതായത് ചെറുതിൽ എന്താണ്, എൻ്റെ ഒരു പെൻസിൽ വാങ്ങി ഉപയോഗിച്ചിരുന്നു. ആ പെൻസിൽ എന്താണ്, വളരെ ചെറുതാവുന്നത് വരെ कहते जो पेंसिल वे एक बार खरीदी थी. എൻ്റെ പെൻസിലല്ല, ഒരു പെൻസിൽ വാങ്ങിയിട്ട് അതെന്താണ്, അത് ചെറുതാകുന്നത് വരെയും മാത്രവുമല്ല കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് പോലും ആ പെൻസിൽ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് എന്താ പറയുന്നത്, പേജ് നമ്പർ 66 നോക്കാം. ജോ റബർ उन्होंने 14वीं कक्षा में खरीदी थी उसे 9वीं कक्षा में आकर समाप्त किया. പിന്നെ എന്താണ്, 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് വാങ്ങിയ റബ്ബർ എന്ന് പറഞ്ഞാൽ ഇറേസർ. റബ്ബർ എന്താണ്, ഇറേസർ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് എന്താണ് അത് തീർന്നത്. അപ്പോൾ 4, 5, 6, 7, 8, 9 ഇത്രയും ക്ലാസ്സിൽ അവരത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ്. ഉൻകി ഏക് ബാത് പിതാജി ഹം ലോഗോം കെ സാമനെ ഉദാഹരൺ കെ റൂപ് മേം രഖ്തേ ഥേ. അപ്പോൾ പിതാവിൻ്റെ സഹോദരിയാണല്ലോ, അച്ഛൻ്റെ പെങ്ങളല്ലേ. അപ്പോൾ അച്ഛൻ എന്താണ് ഈ ബുവയുടെ ഓരോരോ കാര്യങ്ങളും എന്താണ് അവർക്ക് ഉദാഹരണമായി ഏത് കാര്യമാണെങ്കിലും എന്താണ് ഓരോ കാര്യങ്ങൾ ഉദാഹരണമായിട്ട്, ഏത് കാര്യമാവട്ടെ അവർക്ക് ആ കുട്ടികൾക്ക് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജിസേ സുൻകർ ഹം सभी खैर मनाया करते थे कि वे ससुराल में ही रहा करें. അപ്പം എന്താണ്, ചില കാര്യങ്ങളൊക്കെ എന്താണ് ഞങ്ങളിത് കേട്ടതിന് ശേഷം എന്താണ് ഞങ്ങൾ ഖൈർ മനായ എന്ന് പറഞ്ഞാൽ ഭലായി ചാഴ്ത്തേത്, നല്ല കാര്യങ്ങളൊക്കെ. സസൂർ എന്ന് പറഞ്ഞാൽ പിതാക്ക് പിതയാണ് കേട്ടോ. സസുറാൽ എന്ന് പറഞ്ഞാൽ
സസുർ എന്ന് പറഞ്ഞാൽ പതിക്ക് പിതയാണ്. സസുരാൽ എന്ന് പറഞ്ഞാൽ സസുർക്ക ഗർ. സസുരാൽ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചു വിട്ട വീടില്ലേ, ഭർതൃഗൃഹം, അതിനെയാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, സസുരാൽ മേ ഹി രഹാ കരേ വരന ഹം ജൈസെ അസ്ത് വ്യസ്ത് ഓർ അവ്യവസ്ഥിത് ജനോം കാ തോ ജീന ഹി ഹറാം ഹോ ജായേഗ. അപ്പം എന്താ പറയുന്നത്, അമ്മായി എന്താണ് ആ കെട്ടിച്ച് വിട്ട വീട്ടിൽ തുടരണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ്, ഞങ്ങളങ്ങനെ എപ്പോഴും ഇങ്ങനെ പേടിച്ചിട്ടും നല്ല രീതിയിലൊന്നും ഞങ്ങൾക്ക് എന്താണ് താമസിക്കാൻ ഇവിടെ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് അമ്മായി അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അസ്ത് വ്യസ്ത് എന്ന് പറഞ്ഞാൽ ജോ ടീക്ക് ക്രംസേന ഹോ, നല്ല രീതിയിൽ, അല്ലെങ്കിൽ അമ്മായി എന്താണ് നല്ല രീതിയിൽ അവരെ ആക്കും. ജീന ഹി ഹറാം ഹോ ജായക എന്ന് പറഞ്ഞാൽ ജീന ബാരി ഹോ ജായക, ജീവിക്കാൻ ഇവിടെ ബുദ്ധിമുട്ട്. അതായത് അമ്മായി ഉണ്ടെങ്കിൽ എന്താണ് ആ വീട്ടിൽ ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഐസി ഹി സയാനി ബുआ के पास जाकर पढ़ने का प्रस्ताव जब मेरे सामने रखा गया तो मैंने साफ इनकार कर दिया. അപ്പം എന്താണ്, ഈ അമ്മായിയുടെ ഇത്രയും ബുദ്ധിയുള്ള അമ്മായിയുടെ കൂടെ പോയിട്ട് എന്താണ് പഠിക്കാൻ എനിക്ക് എന്താണ് എന്നോട് പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ഇൻകാർ എന്ന് പറഞ്ഞാൽ വിസമ്മതം, പ്രസ്താവം എന്ന് പറഞ്ഞാൽ നിർദ്ദേശം, അമ്മയുടെ അടുത്ത് പോയിട്ടാണ് പഠിക്കാൻ പറഞ്ഞത്. അപ്പം എന്താണ് ആ എന്താണ് നിർദ്ദേശം എന്താണ് എനിക്ക് വിസമ്മതിക്കേണ്ടി വന്നു, എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. पर पिताजी मेरी पढ़ाई के विषय में इतने सतर्क थे. അപ്പോൾ പിതായി എങ്ങനെയായിരുന്നു, പഠന കാര്യങ്ങളിലൊക്കെ എന്താണ് വളരെ ജാഗ്രതയുള്ള ആളായിരുന്നു, നല്ല കെയർ ചെയ്യുന്ന ആളായിരുന്നു. കി ഉനോനെ സമച്ചാക്കർ, അതെന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഡാണ്ട് കർ ശകാരിച്ചു. ഓർ പ്യാർ ദുലാരസെ വാത്സല്യപൂർവക്, പ്യാർ ദുലാരസെ എന്ന് പറഞ്ഞാൽ വാത്സല്യപൂർവക്, നല്ല വാത്സല്യത്തോടു കൂടി എന്താണ് മുജെ റാസി കർലിയ, എന്നെ എന്താണ് സ്നേഹപൂർവ്വം വാത്സല്യത്തോടെ എന്താണ് അതൊക്കെ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തി, എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്, ഇസ്മേ സന്ദേഹ് നഹി കി ബുവാജിനെ ബഡാ സ്വാഗത് കിയ. പക്ഷെ എന്താണ് ബുവാജി എന്താണ് ഞങ്ങളെ വളരെ എന്താണ് സന്തോഷപൂർവ്വമാണ് സ്വാഗതം ചെയ്തത്. അതിലെന്താണ് ഒരു സംശയവുമില്ല, എന്താണ് ബുവാജി ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് വെൽക്കം ചെയ്തത്. പർ ഉൻകാ ജോ രൗദ്ര രൂപ് മൻ പർ ഛായ ഹുവാ താ, പക്ഷെ അവരുടെ രൗദ്രമായ ദേഷ്യമുള്ള ആ ഒരു രൂപം എൻ്റെ മനസ്സിൽ എന്താണ് ഒരു നിഴൽ പോലെ കിടക്കുന്നു, മായാതെ കിടക്കുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. ഉസ്മേ ഉൻകാ വഹ് പ്യാർ കഹാ തിരോഹിത് ഹോ ഗയ, അതിൻ്റെ ഇടയിൽ അവരോടുള്ള സ്നേഹം അല്ലെ അത് എവിടെ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. മേ ജാൻ ഹി ന പായി, എനിക്കറിയില്ല എന്താണ് അവരുടെ ആ ഒരു ദേഷ്യമുള്ള ആ ഒരു രൂപം കാരണം അവരുടെ ആ ഒരു സ്നേഹം എനിക്കെവിടെയോ നഷ്ടപ്പെട്ടു, അതെനിക്കറിയില്ല എന്നാണ് പറയുന്നത്. ഹാ ബുവാജി കെ പതി ജിനെ ഹം ഭായ് സാഹബ് കഹത്തെ ഥേ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പേജിൽ പറഞ്ഞിരുന്നു ഭായ് സാഹബ് പറഞ്ഞിരുന്നു. അപ്പോൾ ബുവാജിയുടെ ഭർത്താവിനെയാണ് അവർ ഭായ് സാഹബ് എന്ന് വിളിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ബഹുത് ഹി അച്ഛേ സ്വഭാവിക്ക് വ്യക്തി ഥേ, അദ്ദേഹത്തിന് എന്താണ് വളരെ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഓർ സബ്സെ അച്ഛാ കോയി ഗർമേ ലഗാത്തോ ഉൻകി 5 വർഷ കി പുത്രി അന്നു. ഇനി ആ വീട്ടിലെ ഏറ്റവും നല്ല വ്യക്തി ആരാണെന്ന് പറയുന്നത് അവരുടെ 5 വയസ്സുള്ള മകൾ അന്നു ആയിരുന്നു എന്നാണ് പറയുന്നത്. അന്നു അപ്പം എന്താണ് സയാനി ബുവയുടെയും ഭായ് സാഹബിൻ്റെയും മകളാണ് അല്ലേ, 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലേ. മുജെ സബ്സെ അധിക തരസ് ആതാ ഥാ അന്നു പർ, അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അവളോട് എന്താണ് തോന്നിയിരുന്നത്, ദയാണ് വന്നിരുന്നത്. എന്തിനാണ്, വഹ് ഈസ് നന്നീസി ഉംറുമേ, നന്നീസി എന്ന് പറഞ്ഞാൽ ഇത്ര ചെറുപ്രായത്തിൽ, ഉംറ എന്ന് പറഞ്ഞാൽ വയസ്സാണ്, ചെറുപ്രായത്തിൽ. ഉമ്രമേഹി പ്രൗഡ് ഹോ ഗയി ഥി എന്ന് പറഞ്ഞാൽ പക്വത, വളരെ പക്വതയുള്ള ഒരു കുട്ടിയായി മാറി. 5 വയസ്സിലെ കുട്ടിക്കൊക്കെ പക്വത ഉണ്ടാവുമോ, കുട്ടികൾക്കൊക്കെ ഇല്ല. അപ്പോൾ അന്നുവിന് നല്ല പക്വത ഉണ്ടായിരുന്നു. ന ബച്ചോം കാ സാ ഉല്ലാസ് ന കോയി ചർച്ചഹ
ചഹ് ചഹാഹട്ട് ഏക് അഗ്യാത് ബൈസെ വഹ് ഗിരി രഹത്തി ഥി. അതായത് സാധാരണ കുട്ടികൾ എന്താ നല്ല കളിയും ചിരിയും ഉല്ലാസവും സന്തോഷമൊക്കെയാണ് അല്ലേ. അതുപോലെ എന്താ സാധാരണ കുട്ടികളെ പോലെ എന്താണ് ഒരു ഒന്നുകൂടി പറയാം. അതായത് മറ്റു കുട്ടികളെ പോലെയുള്ള സന്തോഷമോ അല്ലെങ്കിൽ ആ ഒരു ചുറുചുറുക്കോ ഒന്നും എന്താണ് അന്നുവിന് ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു അജ്ഞാതമായ ഒരു ഭയഭീതിയോടുകൂടിയാണ് അവൾ അവിടെ താമസിച്ചിരുന്നത്. അടുത്ത പാരഗ്രാഫ്. ഗർഗെ ഉസ് വാതാവരൺ മേ മേരി ഭി സാരി ഹസി ഖുഷി മാരി ഗയി. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ എൻ്റെ സന്തോഷവും ചിരിയും ഒക്കെ എന്താണ് നഷ്ടപ്പെട്ടു. യോ ബുവാജി ഹി ഗൃഹസ്ഥി ജമേ 15 വർഷ് ബീത് ചുക്കേ ഥി. അപ്പോൾ ബുവാജി എന്താണ് അവരുടെ വീടൊക്കെ പണിത് വീടിരുന്നിട്ട് 15 കൊല്ലം കഴിഞ്ഞു. पर उनके घर का सारा सामान देखकर लगता था. അവരുടെ വീട്ടിലെ ഓരോരോ വസ്തുക്കളും എല്ലാ വസ്തുക്കളും കാണുമ്പോൾ എങ്ങനെയാണ് മാനോ സബ് കുച്ച് അഭി കൽ ഹി ഖരീദേ ഥേ. അതൊക്കെ എന്താണ് എല്ലാ സാധനങ്ങളും നോക്കുമ്പോൾ അത് ഇന്നലെ വാങ്ങിയതുപോലെയാണ് തോന്നുന്നത്. വേ സാരെ ബർത്തൻ സ്വയം ഗഡി ഹോക്കർ സാഫ് കർവാത്തി ഥി. അവരെന്താണ് ഓരോ പാത്രവും എന്താണ് അവൾ തന്നെയാണ് സ്വയം പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കും. ബുവാജി തന്നെയാണ് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഏക് ബാർ ഏക് നൗക്കറിനെ സുരാഹി തോട് ദീ ഥി. ഒരു പ്രാവശ്യം എന്താണ് ഒരു സെർവൻറ്റ്, നൗക്കർ എന്ന് പറഞ്ഞാൽ സെർവൻറ്റ്, സുരാഹി എന്ന് പറഞ്ഞാൽ കൂജ, തോട് ദീ ഥി കൂജ എന്താണ് പൊട്ടിച്ചു. ഉസ് ചോട്ടേ സെ ചൊക്കറേക്കോ ഉന്നോനെ ഇസ് കസൂർ പർ ബഹൂത്ത് പീട്ടാഥ. അപ്പോൾ എന്താണ് അതൊരു ചോട്ടേസെ ചോക്കരയായിരുന്നു, ചെറിയ ഒരു ചോക്കര എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയായിരുന്നു. ഇനോനെ ഇസ് കസൂർ പർ ഈ ഒരു അപരാധത്തിന് ഈ ഒരു കുറ്റത്തിന് ബഹൂത്ത് പീട്ടാഥ ഒരുപാട് എന്ത് ചെയ്തു എന്താണ് അടിച്ചു. മാത്രവുമല്ല എന്താണ് തോട് ഫോഡ്സെ തോ ഉനെ സക്ത് നഫ്രത്ത് ഥി. വളരെ മോശമായിട്ട് എന്താണ് പെരുമാറുകയും ചെയ്തു, വളരെ വെറുപ്പൊക്കെ പ്രകടിപ്പിച്ചു. സക്ത നഫ്രത്ത് എന്ന് പറഞ്ഞാൽ കടി, ഘൃണ, വെറുപ്പ്. ബുവാജിക്ക് അത്യധിക് സതർക്കത और खाने पीने के इतने कंट्रोल के बावजूद अन्नू को बुखार आने लगा. സതർക്കത എന്ന് പറഞ്ഞാൽ അലേർട്ട്നെസ്. അപ്പോൾ ബുവാജി ഇത്രയും ശ്രദ്ധിച്ചിട്ടും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഇത്ര കൺട്രോൾ ചെയ്തിട്ടും എന്താണ് അന്നൂന് എന്താണ് ബുഖാർ ആനെ ലഗ, അന്നൂന് പനി വന്നു. सब प्रकार के उपचार कराने में पूरा മഹീന ബീത്ത് ഗയ. അങ്ങനെ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം അവൾക്ക് എന്താണ് ചെയ്തു. എന്നിട്ട് എന്താണ് അവൾക്ക് ആ ഒരു പനി മാറിയില്ല, അവളുടെ പനി എന്താണ് കുറഞ്ഞില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഉസ്കാ ബുക്കാറിന ഉത്തര, അവളുടെ പനി തീരെ കുറഞ്ഞില്ല. ഉസേ ദേക്കർ മുझे लगता कि उसके शरीर में ज्वर के कीटाणु नहीं. എനിക്ക് എന്താണ് തോന്നുന്നത് അവളുടെ ശരീരത്തിലെ പനിയുടെ കീടാണുക്കളല്ല, ബുവാജിക്ക് ബൈക്ക് കീടാണു ദൗഡ് രഹേഹെ. അവളുടെ ശരീരത്തിൽ ഓടുന്നത് ബുവാജിയോടുള്ള അമ്മായിയോടുള്ള പേടി കൊണ്ടുള്ള ഭയത്തിൻ്റെ അണുക്കളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പനിയുടെ അണുക്കളല്ല, മറിച്ച് എന്താണ് ബുവാജിയുടെ ഭയത്തിൻ്റെ അണുക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒടുവിൽ എന്താ സംഭവിച്ചത്, ബുവാജിക്ക് ബൈക്ക് കീടാണു ദൗഡ് രഹേ ജോ ഉസേ ഗ്രസ്തേ ജാ രഹേ ഹേ. आखिर डॉक्टरों ने राय थी कि बच्ची को पहाड़ पर ले जाए और जितना अधिक प्रसन्न रखा जाए. भाई साहब के सामने एक विकट समस्या थी. എന്താണ് ലാസ്റ്റ് എന്താണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ എന്താണ് അവളെ എന്താണ് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എത്രത്തോളം അവളെ ഹാപ്പിയാക്കാൻ പറ്റുന്നു അത്രത്തോളം അവളെ ഹാപ്പിയാക്കാൻ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഭായ് സാഹബിക്ക് സാമനെ, ഭായ് സാഹബിന് ഇതെന്താണ് എനിക്ക് വിക്കറ്റ് സമസ്യാധി. വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള സമസ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നം. ഭായ് സാഹബിനെ സംബന്ധിച്ച് എന്താണ് ഇതൊരു ഗുരുതരമായ പ്രശ്നം നേരിടുന്ന പോലെയായിരുന്നു. बुआजी के रहते यह संभव नहीं था क्योंकि अनजाने ही उनकी इच्छा के सामने किसी और की इच्छा चल नहीं सकती थी. അതായത് ബുവാജി ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല, മാത്രമല്ല ഇതൊന്നും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരുന്നു.
ഭായ് സാഹബ് ने शायद सारी बात डॉक्टर के सामने रख दी. അങ്ങനെ ഡോക്ടറോട് എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. തബി ഡോക്ടറിനെ കഹാ കി മാ കാ സാത്ത് രഹന ടീക് നഹി ഹോഗ. അപ്പം അമ്മയുടെ കൂടെ താമസിപ്പിക്കുന്നത് നന്നല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറഞ്ഞു. ബുവാജീനെ സുനാ തോ ബഹുത് ആനാകാനി की पर डॉक्टर की राय के विरुद्ध जाने का साहस वे कर नहीं सकी. അപ്പം എന്താ ആനാകാനി എന്ന് പറഞ്ഞാൽ ഒരു കേട്ടില്ലെന്ന് നടിച്ചിട്ട് എന്താണ് കേട്ടില്ലാന്ന് നടിച്ചു. पर डॉक्टर की राय के विरुद्ध जाने का साहस वे कर नहीं सकी. കേട്ടില്ലാന്ന് നടിച്ചു മാത്രമല്ല, പക്ഷെ എന്താണ് ഡോക്ടറിൻ്റെ ആ ഒരു എന്താണ് അഭിപ്രായം ഇങ്ങനെ കേട്ടില്ലാന്ന് നടിച്ചു, പക്ഷെ അതിനെതിരെ ആ ഒരു അഭിപ്രായത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം എന്താണ് അവർക്ക് ഉണ്ടായിരുന്നില്ല. जोर शोर से अन्नू के पहाड़ जाने की तैयारी शुरू हुई. जोर ഷോർ എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായി അതിഗംഭീരമായിട്ട് എന്താണ് അന്നുവിന് കുന്നിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. പെഹലെ ദോനോം കെ കപടോം കി ലിസ്റ്റ് ബനി. അങ്ങനെ ഫസ്റ്റ് അവർ രണ്ടുപേരും എന്താണ് പോകാനുള്ള എടുക്കാനുള്ള വസ്ത്രങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഇട്ടു. പിന്നെന്താണ് ഫിർ ജൂത്തോം കി, പിന്നെ ചെരുപ്പുകൾ, മോസോം കി സോക്സിൻ്റെ, ഗരം കപ്പടോം കി വസ്ത്രങ്ങളുടെ ചൂടിൻ്റെ വസ്ത്രങ്ങളുടെ ചൂടുള്ള വസ്ത്രങ്ങളുടെ, ഓടിനെ ബീച്ചാനെ എന്ന് പറഞ്ഞാൽ വിരിക്കാനും പുതയ്ക്കാനും, ബെഡ്ഷീറ്റ് ആണില്ലേ ബ്ലാങ്കറ്റ്, ബിച്ചാനയ്ക്ക് സാമാൻക്ക് ആ വിരിക്കാനും പുതയ്ക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ്, ബർത്തനോംക്ക് പാത്രങ്ങളുടെ, ഹർ ചീസ് റക്തേ സമയം വേ ഭായി സാഹബ് സക്ത് ഹിദായത്ത് കരുതേത്തി. അപ്പോൾ അന്നും ഭായ് സാഹബാണ് അതൊക്കെ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഓരോരോ വസ്തുക്കൾ, ചീസ് എന്ന് പറഞ്ഞ വസ്തുക്കൾ ഓരോന്ന് എടുത്തു വയ്ക്കുമ്പോൾ എന്താണ് ആ സമയത്ത് ഭായ് സാഹബിനോട് പറയുകയാണ്. സക്ത് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തു. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം കൊടുത്തു. എന്താണ് कि एक भी चीज़ खोनी नहीं चाहिए. ഒരു സാധനവും നഷ്ടപ്പെടുത്തരുത്. देखो यह फ्रॉक मत खो देना. ഈ ഫ്രോക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. 7 रुपये मैंने इसकी सिलाई थी. ഇത് തയ്ക്കാൻ, ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ 7 രൂപയാണ് കൊടുത്തത്. यह प्याल मत तोड़ देना. ഈ കപ്പ് ഒരിക്കലും പൊട്ടിക്കരുത്. വരന 50 रुपये का सेट बिगड़ जाएगा. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് 50 രൂപയുടെ സെറ്റ് എന്താണ് നശിഞ്ഞു പോകും. പ്രത്യേക വസ്തു की हिदायत के बाद वे അന്നു പർ ആയി. അന്നു അല്ല കേട്ടോ പറയുന്നത്, നമ്മുടെ സയാനി ബൂയാണ് കേട്ടോ ഇവർക്ക് ഓരോരോ ഇൻസ്ട്രക്ഷനും ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞത് തെറ്റിപ്പോയി, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബുവാജിയാണ് പറയുന്നത് എന്താണ് ഇങ്ങനെ ഈ ഓരോരോ വസ്തുക്കളൊന്നും നഷ്ടപ്പെടുത്തരുത്. ഫ്രോക്കിന് 7 രൂപ കൊടുത്തു. മാത്രമല്ല ഈ സെറ്റ് പൊട്ടിക്കരുത്, അതായത് കപ്പ് ഒന്നും പൊട്ടിക്കരുത്, അതൊരു സെറ്റാണ്, 50 രൂപ കൊടുത്തു എന്നൊക്കെ പറയാണ്. പ്രത്യേക വസ്തുക്ക് ഹിദായത്തിക്ക് ബാദ് അങ്ങനെ ഓരോരോ വസ്തുക്കളുടെയൊക്കെ നിർദ്ദേശം കൊടുത്തിട്ട് വേ അന്നൂപ്പർ ആയി. അവരെന്താണ് ബുവ അന്നൂടെ അടുത്തേക്ക് വന്നു. വഹ് കിസ് അപ്പുറത്തെ പേജിൽ വഹ് കിസ് ദിൻ കിസ് സമയ ക്യാ ഗായേഗി കബ് കിത്തന ഘൂമേഗി സബ് കുച്ച് നിശ്ചിത് കരുതിയ. അവർ എന്താണ് ഏതൊക്കെ സമയത്ത് ഭക്ഷണം കഴിക്കണം, എവിടെയൊക്കെ കറങ്ങണം, ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ഏതൊക്കെ സ്ഥലത്ത് പോകണം, എവിടെയൊക്കെ എത്ര സമയം അവിടെ സഞ്ചരിക്കും എന്നെല്ലാം അവരെന്താണ് തീരുമാനിച്ചു. അടുത്ത പാരഗ്രാഫ് ആക്കിർ വഹ് ക്ഷൺ ബി പഹുഞ്ച. അങ്ങനെ ആ ഒരു സമയം എന്താണ് എത്തി. ജബ് ബായി സാഹബ് ഏക്ക് നൗക്കർ ഓർ അന്നു കോ ലേക്കർ ചലെ ഗയെ. അങ്ങനെ ബായി സാഹബ് ഒരു നൗക്കറിനെയും അന്നുവിനെയും കൊണ്ട് പോയി. ബുവാജീനെ അന്നു കോ ഖൂബ് പ്യാർ കിയ. ബുവാജിക്ക് എന്താണ് അന്നുവിനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. റോയി ബി കരഞ്ഞു. ഉൻകാ റോന മേരെ ലിയെ നയി ബാത്ത് ഥി. അവരുടെ കരച്ചിൽ എന്താണ് എനിക്കൊരു പുതുമയുള്ള കാര്യമായിരുന്നു. ഉസ് ദിൻ പെഹലി ബാർ ലഗാക്കി ഉൻകി ഭയങ്കര കഠോരതാമേ കഹി കോമലതാ ബി ചിപ്പി ഹെ. അങ്ങനെ ഭയങ്കരമായിട്ടുമുള്ള അവരുടെ ആ ഒരു മനസ്സിൽ വളരെ സ്ട്രിക്റ്റ് ആണല്ലോ, അങ്ങനെ എന്താണ് അങ്ങനെയുള്ള ആ ഒരു കാഠിന്യത്തിൽ, അവരുടെ ആ ഒരു കാഠിന്യമേറിയ സ്വഭാവത്തിൽ പോലും എന്താണ് അവർക്കൊരു കോമളത, അവരുടെ ഒരു നിഷ്കളങ്കത ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ബായി സാഹബ് ക പത്ര റോസ് ആത്താഥ. അപ്പോൾ ബായി സാഹബിൻ്റെ ലെറ്റർ കത്ത് എന്താണ് എല്ലാ ദിവസവും വന്നു. ജിസ്മെ അന്നു കി തബീയത്ത് കെ സമാചാർ രഹത്തെ थे. അതിൽ അന്നുവിൻ്റെ സുഖവിവരങ്ങളൊക്കെ, ചികിത്സയുടെ കാര്യങ്ങളും സുഖവിവരങ്ങളൊക്കെ എഴുതിയിരുന്നു. സമാചാർ എന്ന് പറഞ്ഞാൽ വാർത്ത.
बुआ भी रोज़ एक पत्र लिखती थी. बुआ ഡെയിലി ഒരു കത്ത് എഴുതിയിരുന്നു. जिसमें अपनी ഉൻ മൗഖിക് ഹിദായത്തോം കോ ലിഖിത് റൂപ് സെ ദോഹരാ ദിയ കർത്തി थी. അങ്ങനെ അവരുടെ വാക്കുകൾ കൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നേരിട്ടുണ്ടാവുമ്പോൾ പറയുന്നത് പോലെ കത്തിൽ എന്താണ് നേരിട്ടുണ്ടാവുമ്പോൾ പറയുന്ന പോലെ അവർ കത്തിൽ വാക്കുകൾ കൊണ്ട് എന്താണ് ദിവസവും ഒരു കത്ത് എഴുതി അതിൽ അവളുടെ വാക്കാലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഓരോന്ന് എഴുതി ആവർത്തിക്കുകയും ദോഹരാ ദിയ കർത്തി थी വാക്കുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കരീബ് ഏക് മഹീനെ കെ ബാദ് ഏക് ദിൻ ബായി സാഹബ് ക പത്ര നഹി ആയ. അപ്പോൾ ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്താണ് ബായി സാഹബിൻ്റെ ലെറ്റർ വന്നില്ല, കത്ത് വന്നില്ല. ദൂസരേ ദിൻ ബി നഹി ആയ, രണ്ടാമത്തെ ദിവസം വന്നില്ല. ബുവാജി ബഡി ചിന്തിത് ഹോ ഉഠി. അങ്ങനെ ബുവാജി എന്താണ് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താണ് അങ്ങനെ ഇരുന്നു. അതായത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ കത്തോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ആകെ വിഷമാവില്ലേ, അതുപോലെ വളരെയധികം വിഷമിച്ചു അവർ. തീസറ ദിൻ ബി നിക്കൽ ഗയ. അങ്ങനെ മൂന്നാമത്തെ ദിവസം എന്താണ് അവരുടെ ദിൻ ബി നിക്കൽ ഗയ. അബ് തോ ബുവാജിക്ക് ചിന്ത ക പാർ നഹി രഹ. അങ്ങനെ എന്താണ് അവർ ഇങ്ങനെ ഓരോരോ ദിവസം അങ്ങനെ കത്ത് വന്നില്ല എന്നുള്ള രീതിയിൽ വിഷമിച്ച ആൻറ്റിയുടെ എന്താണ് വിഷമമൊന്നും അവസാനിച്ചില്ല എന്നാണ് പറയുന്നത്. രാത്രിക്കോ വേ മേരെ കമരേമേ ആക്കർ സോയി. അങ്ങനെ എൻ്റെ റൂമിൽ വന്നിട്ടാണ് അവർ ഉറങ്ങിയത്. പർ സാരി രാത് ദുസ്വപ്ന ദേഖ്തി രഹി ഓർ രോത്തി രഹി. അങ്ങനെ ദുസ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടും കരഞ്ഞിട്ടൊക്കെ അവിടെ കിടന്നു. വേ ബാർ ബാർ കഹത്തി കി ഉन्होंने സ്വപ്നമേം ദേഖ ഹേ കി ബായി സാഹബ് അക്കേലെ ചല ആ രഹേ ഹെ. അങ്ങനെ ബായി സാഹബ് ഒറ്റയ്ക്കാണ് വരുന്നത്. അന്നു സാത്ത് നഹി ഹെ, അന്നു കൂടെ ഉണ്ടായിരുന്നില്ല. ഓർ ഉൻകി ആംഖേം ലാൽ ഹെ, അവരുടെ കണ്ണുകൾ ചുവന്നിരുന്നു. മേ തരഹ് തരഹ് സെ ഉന്നെ ആശ്വാസം ദേത്തി പർ ബസ് വേ തോ കുച്ച് സുൻ നഹി രഹി തി. ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചിരുന്നു, എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും അവർ കേട്ടില്ല. തബി നൗക്കറിനെ ബായി സാഹബ് ക പത്ര ലാക്കർ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ബായി സാഹബിൻ്റെ കത്ത് കൊണ്ടുവന്നു. ബഡി വ്യഗ്രത സെ കാമ്പത്തെ ഹാത്തോ സെ ഉനോനെ ഉസെ ഖോല ഓർ പഠിനെ ലഗി. അങ്ങനെ വളരെ ഒരു എന്താണ് ഉത്കണ്ഠയോടും വിറയ്ക്കുന്ന കൈകളോടും ആ കത്ത് വായിക്കാൻ വേണ്ടി തുടങ്ങി. മേ ധക് രഹ് ഗയി ആങ്കോ കെ ആകെ അന്നു കി പോലീസി തസ്വീർ ഘൂം ഗയി. അങ്ങനെ അന്നുയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള നിഷ്കളങ്കമായ ചിത്രം എനിക്ക് എന്താണ് എൻ്റെ കൺമുന്നിൽ മിന്നിമറിഞ്ഞു. തോക്കിയ അബ് അന്നു സച്ച്മുച്ച് ഹി സംസാർ മേ നഹി ഹെ. ഇനി എന്താണ് ഈ ലോകത്ത് അന്നു ഇല്ലേ. മേനെ സാഹസ് കർക്കെ ബായി സാഹബ് ക പത്ര ഉഠായ ലിഖാത്ത. അങ്ങനെ ഞാൻ ആ കത്തെടുത്തിട്ട് എന്താണ് വായിക്കാൻ വേണ്ടി ആ കത്തുകൾ എടുത്തു. എന്നിട്ട് എന്താണ് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ആ ലെറ്ററാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ട സയാനി, സമജ് മേ നഹി ആത്ത കിസ് പ്രകാർ തുമേ യഹ് പത്ര ലിഖും. അപ്പോൾ പറയാണ് ഈ കത്ത് നിനക്ക് എങ്ങനെ എഴുതണമെന്ന് എന്താണ് എനിക്ക് അറിയില്ല. കിസ് മുഹസെ തുമേ യഹ് ദുഃഖദ് സമാചാർ സുനാഹു. ഏത് മുഖം കൊണ്ടാണ് ഞാൻ ഈ ഒരു ദുഃഖവാർത്ത നിന്നോട് പറയുക എന്ന് എനിക്ക് അറിയില്ല. ഫിർബി റാണി, എന്നിരുന്നാലും റാണി എന്ന് വിളിക്കുകയാണ് സയാനിനെ വിളിക്കുകയാണ്. ഫിർബി റാണി തും ഇസ് ചോട്ട് കോ ധൈര്യപൂർവ്വം സഹിലേന. നീ ഈ ഒരു കാര്യത്തിന് ധൈര്യപൂർവ്വം കേൾക്കണം. യഹ് സംസാർ നശ്വരേ. ഈ ഒരു സംസാര ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ശാശ്വതമല്ല. ജോ ബനാഹെ വഹ് ഏക് ന ഏക് ദിൻ മിട്ടേഗാഹി. ഒരു ദിവസം എന്താണ് എന്തൊക്കെ ഇത് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം എന്താണ് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നശിപ്പിക്കപ്പെടുമെന്ന് പറയുകയാണ്. तुम्हारी इतनी हिदायतों के और अपनी सारी सतर्कता के बावजूद में उसे नहीं बचा സക്ക. അപ്പം എന്താണ് നീ ഇത്രയൊക്കെ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ തന്നിട്ടും എന്താണ് നിങ്ങളിൽ നിന്നുള്ള നിരവധി നിർദ്ദേശങ്ങൾക്ക് ശേഷം എൻ്റെ എന്താണ് എല്ലാ ജാഗ്രതയും ഉണ്ടായിരുന്നിട്ടും എന്താണ് പറയുന്നത് മേ ഉസേ നഹി ബച്ച. എനിക്ക് എന്താണ് അവനെ അല്ലെങ്കിൽ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇസേ അപ്പിനെ ദുർഭാഗ്യക്ക് അതിരിക്ത് ഓർ ക്യാ കഹും. എൻ്റെ നിർഭാഗ്യം എന്നല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. എന്താണ് വിളിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. യഹ് സബ് കുച്ച് മേരേ ഹി ഹാത്തോ ഹോനാഥ. ഇതൊക്കെ എൻ്റെ കൈകളിലാണ് സംഭവിച്ചത്. ആസു ഭരി ആങ്കോം കെ കാരൺ ശബ്ദോം കാ രൂപ് അസ്പഷ്ട സെ
അസ്പഷ്ടതർ ഹോത്താജാ റഹാത്ത. അങ്ങനെ എന്താണ് ഈ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് ഇത് വായിക്കുന്ന കാരണം എന്താണ്, എൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ കണ്ണുനീര് നിറഞ്ഞതിനാൽ എന്താണ് വാക്കുകൾ കൂടുതൽ അവ്യക്തമായിക്കൊണ്ടിരുന്നു. എൻ്റെ കൈകളൊക്കെ എന്താണ് വിറച്ചു. ഓർ മേരെ ഹാത്ത് കാംബ് രഹേ തെ, എൻ്റെ കൈകൾ വിറച്ചു. മേരി ആംഖേം ശബ്ദോം കോ പാർ കരുത്തി ഹുയി പത്രയ്ക്ക് അന്തിം ഹിസ്സെ. അങ്ങനെ എനിക്കത് ഫുള്ളും വായിക്കാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. ആ വാക്കുകളൊക്കെ, എൻ്റെ കണ്ണുകൾ എന്താണ് ആ വാക്കുകളൊക്കെ കടന്ന് കത്തിൻ്റെ അവസാന ഭാഗം, അന്തിം ഹിസ്സ എന്ന് പറഞ്ഞാൽ അവസാന ഭാഗം, ഹിസ്സ എന്ന് പറഞ്ഞ ഭാഗം, അവസാന ഭാഗം എന്താണ് പർജാപ്പടി, അവസാന ഭാഗങ്ങളിലേക്ക് എൻ്റെ കണ്ണ് എന്താണ് പോയി. ധൈര്യം രഖ്നാറാണി, ധൈര്യം വേണം. ജോ കുച്ച് ഹുവ ഉസെ സഹനേക്ക് ഓർ ഭൂലിനേക്ക് കോശിഷ് കർണ, ക്ഷമയും വേണം, സഹിക്കാനും ക്ഷമിക്കാനും മറക്കാനുള്ള ക്ഷമ കാണിക്കണമെന്ന് പറയുകയാണ്. കൽ 4 ബജെ തുമാരെ 50 रुपये വാലെ സെറ്റ് കെ ദോനോ പ്യാലെ മേരെ ഹാത്ത് സെ ഗിർക്കർ ട്യൂട്ട് ഗയെ. അപ്പോൾ പറയുകയാണ് എന്താണ്, ഇന്നലെ 4 മണിക്ക് നിൻ്റെ 50 രൂപയുടെ 2 കപ്പുകൾ എൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടി എന്ന് പറയുകയാണ്. ഷീക്ർ ഹി അന്നു അച്ചി ഹെ, അന്നുവിന് കുഴപ്പമൊന്നുമില്ല. ഷീക്ർ ഹി അമ്രക്ക് റവാന ഹോനെ വാലേഹെ, ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് പുറപ്പെടും. റവാന എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. അടുത്ത പാരഗ്രാഫ്, 1 മിനിറ്റ് തക് മേ ഹത് ബുദ്ധി സി ഗഡി രഹി. അങ്ങനെ എന്താണ് 1 മിനിറ്റ് എന്താണ് എനിക്കൊന്നും മനസ്സിലാവാതെ ഞാൻ സ്തംഭിച്ചു നിന്നും പറയാണ്. സമജി നഹി പായി യഹ് ക്യാ സെ ക്യാ ഹോ ഗയ, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതൊന്നും എനിക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലായില്ല. ജോ ഹി കുച്ച് സമജി മേ ജോർ സെ ഹസ്പടി, എന്തൊക്കെയോ കുറച്ച് മനസ്സിലായി. അപ്പം ഞാൻ എന്താണ് ഉറക്കെ ചിരിച്ചു. എന്നിട്ട് എന്താണ് കിസി പ്രകാർ മേനെ ബുവാജിക്കോ സത്യസെ അവഗത് കരായ, ബുവാജിയോട് ഞാൻ എങ്ങനെ ഇത് സത്യം പറയും, അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് വളരെ എന്താണ് എങ്ങനെ അവതരിപ്പിക്കുന്നൊക്കെ കൺഫ്യൂഷനായി. वह सब में कोशिश करके भी नहीं लिख सकोगी, पर वास्तविकता जानकर बुआजी मेरे रोते रोते हंस पड़ी. ഇനി അതൊക്കെ എന്താണ് എനിക്കതെന്താണ് ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്കത് എഴുതാനും കഴിയില്ല. पर वास्तविकता जानकर बुआजी भी रोते रोते हंस पड़ी. पर वास्तविकता जानकर बुआजी भी रोते रोते हंस पड़ी. അപ്പോൾ വാസ്തവികത സത്യം അറിഞ്ഞപ്പോൾ ബുവാജി പോലെ എന്താണ് ചിരിക്കാനും കരയാനും ഒക്കെ തുടങ്ങി. 5 आने की सुराही तोड़ देने पर नौकर को बुरी तरह पीटने वाली बुआजी 50 रुपये वाले सेट के प्याले टूट जाने पर भी हंस रही थी, मानो उन्हें स्वर्ग की निधि मिल गई हो. അപ്പം എന്താണ് 5 രൂപയുടെ 5 രൂപയല്ല 5 അണയുടെ സുരാഹി തോടുതേനെ കൂജ കുഞ്ഞു കുടം പൊട്ടിച്ചപ്പോൾ എന്താണ് നൗക്കർക്ക് ബുരി തരഹ് പീട്ടിനെ വാലി ബുവാജി, വേലക്കാരനെ എന്താണ് സെർവൻറ്റിനെ ചീത്തയൊക്കെ പറഞ്ഞ് അടിച്ച ബുവാജി എന്താണ് 50 രൂപയുടെ സെറ്റിൻ്റെ 2 പ്യാലെ ടൂട്ട് ജാനെ എന്താണ് കപ്പ പൊട്ടിയിട്ടും എന്താണ് ഹസ്രഹീതി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മാനെ എങ്ങനെയാണ് ഉനെ സ്വർഗിക്ക് നിധി മിൽഗൈ, സ്വർഗത്തിലെ ഒരു നിധി കിട്ടിയതുപോലെ ബുവാജി എന്താണ് ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇതിൽ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്നുവിന് ഒന്നും സംഭവിച്ചില്ല, കപ്പാണ് പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ ബുവാജിക്ക് എന്താണ് സമാധാനമായി അല്ലേ. സ്വന്തം മോളെക്കാളും വലുതൊന്നുമല്ലോ വീട്ടിലെ വസ്തുക്കളൊന്നും അല്ലേ, അമ്മയല്ലേ അവരെന്തായാലും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു കഹാനി എന്താണ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ധന്യവാദം.